ഹായ്. എന്നുണ്ടല്ലോ നമ്മളെല്ലാരും കൂടിയിട്ട് ഒരു വഴിക്ക് പോകുന്നതാണേ. എവിടെയാ പോകുന്നുള്ളതല്ല പിന്നെ പറയാ. അതിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് എത്തണം. വേറെ നല്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനക്കല്ല കാര്യമായിട്ട് ഒരുത്ത് ഭയങ്കര പേടി. ഈറ്റർക്കായിട്ട് ഭയങ്കര പേടി. മുഖത്ത് വേദന, ഈടവേദന എല്ലാം പറ്റും. കവക്കെട്ടിന്റെ എൻ്റെ തോന്നും. ഭയ്യ ഇവളെ വീട്ടിൽ പോയിട്ട് ആടെ പോയിട്ട് മൂത്തപ്പന്റെ മോളിലേക്ക് പോയിട്ട് പറയാ എനക്കെന്തോ പ്രശ്നമുണ്ട്, അത് ചെക്ക് ചെയ്യപ്പോ ചെയ്യണം മറ്റെല്ലാം മറ്റ് പേടിച്ചിട്ട്. അപ്പൊ എന്നേരം ഞാൻ പറഞ്ഞ മോളെ നമുക്കൊരു കാര്യം ചെയ്യാം, ബ്ലഡ് മൊത്തം എടുത്ത് ടെസ്റ്റ് ചെയ്യാം. നല്ല നടക്കുന്ന കേസേ ഉള്ളൂ. ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തൊരു പാക്കേജ് ഉണ്ട്, അതൊന്ന് ചെയ്താൽ മതി, വേറൊന്നുമില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തിരിയുന്നു പറഞ്ഞേ. ഹേസൂണാക്കിയില്ല കേട്ടോ, അതായത് വേർപ്പ് ഇപ്പല്ലേ സുഖം വണ്ടി കയറി അവിടെ. അപ്പോൾ ഏതായാലും നമ്മൾ ആദ്യം പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കമ്പിൽ തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തൊരു സ്ഥലമുണ്ട്, അപ്പോളോ നേരെ അവിടെ പോയിട്ട് ചെയ്യാതെ വിരിക്കുന്നു. എന്നാ പിന്നെ ഇവിടെ മമ്മിയല്ല മമ്മീൻ്റെ ബ്ലഡ് എടുക്കാനുള്ള പരിപാടി. അതെ, ഏത് കുപ്പി? അത് ചെറുതാ. അപ്പോൾ അതിൽ നിറച്ചോ? അപ്പോൾ കുറച്ച് പാടുണ്ടല്ലോ മോളെ. സന്തോഷവതിയായി കാണുന്നുണ്ട്. ഇനി സൂചി കുത്തുമ്പോൾ എന്താ അവസ്ഥ? അച്ചൂട്ടാ കൊടുത്തു കാണണ്ടേ? വാ, ഓള് കാണണ്ട പറഞ്ഞിട്ട് പോയിട്ടാ. ഇതാ ജാനോ പറഞ്ഞേ എനക്കൊന്ന് കാണണമെന്ന് പറ്റി പാഞ്ഞു പോലെ. എടാ വാടാ, സൂചി എത്താണല്ലോ. വാ, മമ്മീന് സൂചി എത്താണല്ലോ. വേം വാ, വാടാ, പിന്നെ കാണാൻ കഴിയില്ലേ? വേം വന്നു തിരക്കാക്കല്ലേ. ഇതാ ഇപ്പം കുത്തു. ആ കുത്തുന്ന കുത്തുന്ന. അയ്യോ മമ്മീന്റെ ചോര, ചോര ചോര. മമ്മി പുഷ്പം പോലെ. അച്ഛൻ്റെ പേടി മാറിയില്ലേ? ഇതാ അപ്പോ ബ്ലഡ് ഇതാ കുറച്ചധികം തന്നെ വേണം. ഒരു സിറിഞ്ച് നിറയെ ബ്ലഡ് കിട്ടിയിട്ടുണ്ട് മമ്മീൻ്റെ. എന്താ മമ്മി, കുഴപ്പമൊന്നുമില്ല? ക്ഷീണം പോലും തോന്നുന്നില്ല? പേടിച്ചു പോയി എൻ്റെ മോള്? ഞാൻ പിന്നെ എല്ലാ മാസം എടുക്കുന്നത്. എല്ലാ മാസം അല്ലേ, ഏതാണ്ട് ഈ 2 മാസം 3 മാസം കൂടുമ്പോൾ എടുക്കുന്നതായിരുന്നു. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. അനക്ക് പേടിയില്ല, പക്ഷെ സൂചി കുത്തുമ്പല്ലേ വേദന വല്ലാണ്ട് ഫീൽ ചെയ്യും. എന്നാലും അത് സ്കിന്നകത്തി ആക്കും. പച്ച കുത്തുമ്പോഴുണ്ടല്ല എന്റെ മോളെ പൂക്കലും നിലവിലായിരുന്നു. വേദന പക്ഷെ കുത്തുമ്പോൾ വേദനയുള്ളൂ, പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലേ. ആ ഒരു കുത്തുന്ന ആ ഒരു സമയത്തെ ഒരു സംഗതിയാണ് ഭയങ്കര സംഗതി. പക്ഷെ ചില സ്ഥലത്ത് ഈ സൂചി നല്ല സൂചിയായ പ്രശ്നമില്ല കേട്ടാ. മുമ്പ് അപ്പോളോ തൂത്തുമ്പോ ഇതുപോലെ കണ്ണൂർ അപ്പോളോ ഈ നേരിയൊരു സൂചിയുണ്ട്, അതിനെ കൊണ്ടൊന്നും വേദന ഉണ്ടായില്ല. എന്നിട്ട് ഞാൻ ഓൾറെഡി ചോദിച്ചു എന്നാ വേനയില്ലായിരുന്നു. എന്നാലും ഈ നീരിനെ പറ്റി പ്രശ്നം അല്ല, അങ്ങനെ ദിവസം മതിയില്ല അവളെ ഉണ്ടായിട്ടുണ്ട്. ഇത് വേറെ ഇല്ലാത്ത അതല്ല എനിക്ക് വരില്ല. ഇനി അനക്ക് വേദന എനിക്ക് സാധനം കാണിച്ചതാ. അന്ന എപ്പം കുത്തല് രണ്ടോട്ടം കുത്തലുണ്ട്. ഞരമ്പ് കിട്ടാണ്ട് ഞരമ്പ് ഞാൻ എടുത്തരാം. അങ്ങനെ മനസ്സിലോടിക്കണോ പോരാ, എന്നാലും ഞരമ്പ് പൊന്തോളൂ. എന്റെ കറക്റ്റ് ഇപ്പൊ സ്ഥലം കിട്ടിയില്ല. എപ്പം മുതൽ രണ്ടോട്ടം ഞാൻ വേറെ സൈക്കിളുണ്ട്. ഞാനിപ്പം ചെയ്യുന്ന എളുപ്പവഴിയത്. കഴിച്ചേട്ടാ കറക്റ്റ് കുത്തിയിലോട്ടാ ചോര അങ്ങോട്ടും വരുന്നുണ്ട്. ആ കുത്തു കൊള്ളുന്ന ആ സമയത്തുള്ളൊരു സംഗതി അത് വേറെ. അത് കഴിഞ്ഞാൽ പിന്നെ സമാധാനം, ശാന്തി. അത് നമ്മളെ ബ്ലഡ് എടുക്കുമ്പോ പേരിനെ കിട്ടി തലം വന്നിട്ട് വെള്ളപ്പേര്. എന്തായാലും ഇതൊരു നല്ല അനുഭവമാണ്. എല്ലാവരും ഉണ്ടല്ല, ഒരു 40 വയസ്സായി കഴിഞ്ഞാൽ ഒരു 3 മാസം കൂടുമ്പോൾ ബ്ലഡ് എടുത്ത് ചെക്ക് ചെയ്യുന്ന നല്ലതാണ് കേട്ടോ. പിന്നെ എൻ്റെ കോപ്പൺ എന്താ അറിയുക, ശ്രുതിക്കറിയുക, എൻ്റെ കൊളസ്ട്രോൾ ബൗണ്ടറിയാണ്. ബൗണ്ടറി കടന്ന് ഫാറ്റി ലിവറൊക്കെ ഉണ്ട്. പക്ഷെ വ്യായാമത്തിൽ എല്ലാം ഒപ്പിച്ച് പോകുന്നേ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല കേട്ടോ. അതുപോലെ ഷുഗറും ഉണ്ട്, അതും അതിൽ കടന്നിട്ടായുള്ള. പക്ഷെ ഷുഗറിൽ കൺട്രോൾ ഒന്നുമില്ല, മൊത്തം വ്യായാമത്തിലാണ്. ഈ ടെസ്റ്റ് കിട്ടിയിട്ടാകുമ്പോൾ മനസ്സിലാവും നമ്മൾ കൺട്രോളിലാണ്ട് ഏത് ലെവലിൽ പോയിട്ടത്. അതിപ്പോ 4 മാസമായിട്ട് ചെയ്തിട്ടാ. 4 മാസമായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വണ്ടി കയറി ശ്രുതി വയ്ക്കുക.
എത്ര മണിക്കാ കിട്ടുക? കിട്ടിയാലൊരു സമാധാനമല്ലോ. അനക്കെന്തോ ഉണ്ട്, അനക്കെന്തല്ലോ ഉണ്ട്. ഇതാണ് ശ്രുതിന്റെ പേടി. ചിലപ്പോ സമയത്ത് അങ്ങനെയല്ല തോന്നുന്നു, ഉള്ള പോലെയല്ല തോന്നുന്നു. ശ്രുതിക്ക് അങ്ങനെയുണ്ട് കേട്ടാ. ചില സമയം മറ്റേ ഡിപ്രോ ഡിപ്രഷൻ ആ സാധനമുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ശ്രുതിനെ കാട്ടി വല്ല പാപം പിന്നെ ഈ ലോകത്ത് പറയണ്ടാവില്ല. ഭയങ്കര സാധ്യമായിരിക്കും. എല്ലാം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കേൾക്കും. അന്നേരം ഞാൻ എന്നാണ് എനിക്കെന്തൊരു മാറ്റം തരുമ്പോ എനിക്ക് ഇന്നലെ ജലദോഷം മൂക്കടപ്പനം വന്നതിന് ശേഷം എന്തോ ഡിപ്രഷൻ ആയിട്ടാ ഉള്ളത്. പിന്നെ മൂട് പോലല്ലേ കുറച്ച് ദിവസം ഉണ്ടല്ലോ അമ്മേ. നല്ല അന്നേരം ഉണ്ടല്ല പാവം എന്ന് വെച്ചാൽ ഇത്രയും ക്യൂട്ട് ശ്രുതി ലോകത്തുണ്ടാവില്ല. ഇപ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചേ നോക്കുമ്പോ സീരിയസ്. അവസാനം ഞാൻ കൊറേ നല്ല സമാധാനിപ്പിച്ച് കൊറേ സോപ്പലിട്ട് എന്നിട്ട് വിലാസം ശരിയാക്കിയല്ലോ. അപ്പൊ നമ്മളിപ്പോ കണ്ണൂർ കാൽടാക്സ് എത്തിയിട്ടുണ്ട് കേട്ടാ. രാവിലെ തന്നെ ആയതുകൊണ്ട് തിരക്ക് കുറച്ച് കുറവ് തന്നെയാണ്, ബ്ലോക്കിങ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മള് തലശ്ശേരി എത്തുന്ന വിചാരിക്കുന്നത്. പിന്നെ തലശ്ശേരി പോകുന്നത് എന്താന്നുള്ളത് സോറി എവിടെ പോകുന്നതിന്റെ പറ്റില്ല വീഡിയോയില്. നമ്മള് തലശ്ശേരിയാണ് പോകുന്നത്. മക്കൾക്കുണ്ടല്ല ഒരു ചെറിയൊരു കോഴ്സ് ഉണ്ട്. കോഴ്സ് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഈ ആർട്ട് ഓഫ് ലിവിന്റെ ഒരു കോഴ്സാണ്. അത് എത്ര വയസ്സ് മുതൽ സ്ഥിതി? 6 വയസ്സ്. ഇപ്പൊ നമ്മളത് അങ്ങനെയാവുള്ളത്. ദേവൂട്ടനും ജാനുവാണ് ഇപ്പൊ അതിന് പോകുന്നത്. അപ്പൊ ഇത് സത്യം പറയാനുള്ള ഇങ്ങനെ കോഴ്സ് ഞാൻ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ വെക്കേഷൻ അല്ലേ. അപ്പൊ ഞാൻ മുന്നേ ഇങ്ങനെ ഒരു കോഴ്സിന് പോയിട്ടായിരുന്നു, ഈ ആർട്ട് ഓഫ് ലീഗിന്റെ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത് പറഞ്ഞു കേട്ടാ. മുമ്പ് വെച്ച് കഴിഞ്ഞാല് അതായത് കല്യാണത്തിന് മുമ്പ് കോഴ്സിൽ പോകുന്നതിന് മുമ്പ് എന്നെ പോലെ ചമ്മലും നാണം കുണിക്ക് ഈ ലോകത്തുണ്ടാവില്ല. ഒരാളെ അഭിമുഖീകരിക്കാൻ, ഒരാളോട് സംസാരിക്കാനുള്ള കഴിവുന്നില്ലായിരുന്നു ഞാൻ. അപ്പോൾ ഇത് ഈ കോഴ്സിന് പോയതിനു ശേഷം എനിക്ക് ഭയങ്കര മാറ്റമായിരുന്നു. ഞാൻ കുറച്ച് സ്മാർട്ടായി, ബിസിനസ് കാര്യത്തിലേക്കെല്ലാം കുറച്ച് ഡെവലപ്പ് വന്ന്, പിന്നെ ആൾക്കാരോട് സംസാരിക്കാനുള്ള ഒരു കഴിവൊക്കെ ആയി. അങ്ങനെയൊക്കെയാണ് എൻ്റെ മാറ്റങ്ങൾ. അപ്പോൾ നമ്മൾ മോനെ കണ്ടില്ല, മോൻ കുറച്ച് പിന്നെ പഠിപ്പിലും എല്ലാത്തിലും കുറച്ച് ഒരു ശ്രദ്ധ കുറവുണ്ടോ. അപ്പോൾ ഈ ആർട്ട് ഓഫ് ലീഗ് കുറേയൊക്കെ മൈൻഡ് ഷാർപ്പാക്കല്, ആ സ്മാർട്ടാക്കുക, ബ്രില്യൻ്റാക്കുക എന്നുള്ളതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അവിടെ തന്നെ എന്നെ പഠിപ്പിച്ച മാഷിനെ ചോദിച്ചു എവിടെയോ നടക്കുന്നത് വെച്ചപ്പോൾ അവർ പറഞ്ഞ് തലശ്ശേരി ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് ചോദിച്ചു. മക്കൾക്കുള്ളൊരു കോഴ്സാണ്, അത് കുട്ടികൾക്കുള്ള കോഴ്സാണ്, ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും ചോദിച്ചില്ല, കേട്ടപാതി കേൾക്കാതെ ഞാൻ എടുത്ത് വിട്ടു. കാരണം എനിക്ക് എൻ്റെ അനുഭവത്തിൽ നല്ല ഉള്ളതാണ്. അതുപോലെ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ആർട്ട് ഓഫ് ലീഗിന് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞില്ല, ആർട്ട് ഓഫ് ലീഗിന് ജാതി മതമൊന്നുമില്ല കേട്ടോ, എല്ലാ മതക്കാരും ഉണ്ട്. ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, സിഖ് ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. എന്നെ ആ സമയത്ത് ക്ലാസ് എടുത്തിട്ട് സാജി നിസ എന്ന് പറഞ്ഞ ആള് മുസ്ലിമാണ്, പിന്നെ ഒരു ക്രിസ്ത്യനും ഉണ്ട്, പിന്നെ ഒരു മനോജ് മാഷ്, അങ്ങനെ 3 ആള് എനിക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സംഭവമാണ്. ഇവളും പോയിട്ടൊന്നും, നീ പോയിട്ടില്ല? ഇവളെ ഡിപ്രഷൻ കാര്യമല്ലോ, അച്ഛൻ അറിയുന്നുണ്ടാകുന്ന അച്ഛൻ ഇവളെ കൊണ്ടുപോയത്. പണ്ടൊന്നും ഉണ്ടായില്ല, ജാൻവിന്റെ ഡെലിവറി സമയത്ത് ഉണ്ടായത് പ്രശ്നം. ഞാൻ ഈ മക്കളെ കോഴ്സിനെ പറ്റി ചോദിച്ചപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇത് കിട്ടും, അതായത് 6th സെൻസ് പോലെ ഇന്നർ മൈൻഡ് കൂടുന്നല്ല പറയുന്നത്. അതായത് നമ്മളൊന്ന് വിചാരിച്ചാൽ അത് കുട്ടികൾക്ക് മനസ്സിലാവും. പിന്നെ കണ്ണ് ചിമ്മിയിട്ട് ഓരോന്ന് തിരിച്ചറിയാനുള്ള കഴിവ്, അങ്ങനെ ഒരുപാട് സംഗതികള് കഴിവുകള് കുട്ടികൾക്ക് കിട്ടുന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെയുള്ള കഴിവെല്ലാം കിട്ടുന്നത് കേട്ടപ്പം തന്നെ ഞാൻ എന്ത് ചെയ്ത് ഭയങ്കര സന്തോഷമായ. അപ്പൊ മക്കളിപ്പോ കോഴ്സ് തുടങ്ങിയിട്ട് കുറച്ചായി. അപ്പൊ ഇനിയും എന്റെ മോൾ ഇന്നലെ എന്നോട് ചോദിച്ചു, അപ്പൊ മനസ്സിലൊരു ഫ്രൂട്ട് ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് വിചാരിക്കുന്നതാണ്. ഞാൻ വിചാരിച്ചാണ് ഓളതെന്ന് പറഞ്ഞിട്ട് ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞെട്ടിപ്പോയി വിട്ടത്. അപ്പോ എന്തോ ഒരു സംഗതിയിൽ കിട്ടുന്നുണ്ട്. അതായത് ഇതിൽ കുറെ യോഗ, പിന്നെ കുറെ ഗെയിമുകൾ, കുറെ നന്മകൾ പറഞ്ഞെടുക്കലാണ് ഈ കോഴ്സിലുള്ള. അപ്പോൾ അതിന്റെ ഒരു ഗുണം കുട്ടികൾക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പൊ ഏതായാലും കോഴ്സ് കഴിയുമ്പോൾ ഇതിന്റെ റിസൾട്ട് മനസ്സിലാവും. ആ സമയത്ത് ഞാൻ ഒരു വീഡിയോ കൂടി ചെയ്യും കേട്ടാ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മക്കളെ കോഴ്സിന്റെ പരിപാടിയെ. പിന്നെ ഇപ്പൊ അതൊന്നുമല്ല, നമ്മളിപ്പോ നേരെ പോകുന്നുണ്ടല്ല. സാധാരണ കോഴ്സ് 11 മണിക്കാണ്. അപ്പോ നമ്മൾ നേരത്തെ ഇറങ്ങി വെച്ചാല് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോണത് കുറേ വിചാരിക്കുന്ന സ്ഥിതി. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്നും വിചാരിച്ചില്ലേ. കാരണം രാവിലെ എണീച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരിക്കലും നടക്കില്ല. ഒന്നാമത് ഒന്നിക്കലും ഇവിടെ അടുക്കളയിലായിരിക്കും, ഇല്ല ഞാൻ ഓടാൻ പോയിട്ട് ഞാൻ എക്സസൈസിലേക്ക് മൊത്തം പേർത്തിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ ഈ വെറുമ്പായിട്ട് പോയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റിങ് നടക്കില്ല. അപ്പൊ ഇന്ന് അത് നടന്ന സ്ഥിതിക്ക് ഞാൻ പറഞ്ഞ പിന്നെ അമ്പലത്തിലും കൂടി പോകാന്നുള്ളത് ഇന്നലെ പ്ലാൻ ചെയ്തല്ലേ അമ്മേ. അവിടെ നമ്മള് പണ്ട് പോയതാണ് ഒരു കല്യാണം. അന്നൊരു കല്യാണം ഉണ്ടായില്ല, കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ പോയിട്ടില്ല, അതിനായിട്ട് ഇതുവരെ പോയിട്ടില്ല. കല്യാണം വന്നുകൊണ്ട് അവിടെ പോയത്.
എല്ലാവരും മെസ്സേജ് ചെയ്തു ചേട്ടാ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടത് മസാല ദോശയാണ്, മമ്മി നെയ്റോസ്റ്റ്, ദേവുട്ടിന് സമൂസ, ജാമ്പിക്ക് നെയ്റോസ്റ്റ്. അപ്പോൾ ആ രീതിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധനം ഇപ്പം വരും. രസമുള്ളുണ്ട്. പിന്നെ മണലൊക്കെ കേൾക്കുമ്പോൾ നിന്നല്ല നല്ല സാധനം എത്തിയല്ലോ. വന്നിട്ട് നെയ്റോസ്റ്റിനപ്പോൾ ഇവിടോടെ വരില്ല, വട വരില്ല. പക്ഷെ ഇവിടെ വട ഇറക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഉള്ളിൽ കയറി തൊഴുത് കേട്ടാ. ഉള്ളിൽ ക്യാമറ പറ്റാത്തതുകൊണ്ട് ക്യാമറ എടുക്കാറില്ല. ഉള്ളെല്ലാം കാണിച്ചു തരട്ടാ. ശരിക്കും അമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ചാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണ്. പക്ഷേ അവിടെ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒന്നുമില്ല, അമ്പലത്തിലുള്ളെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ വീഡിയോ ഇട്ട് ഒരുപാട് ആൾ കണ്ടു കഴിഞ്ഞാൽ ദൂരത്തു നിന്നെല്ലാം കാണാൻ വേണ്ടി ആൾക്കാർ വരുമല്ലോ. എന്തായാലും അമ്പലം കുറച്ച് പ്രസിദ്ധിയാവും. അതുപോലെ അമ്പലം ഒരുപാടൊക്കെ ദൂരെയുള്ളവർക്ക് കാണാനൊക്കെ പറ്റുന്നുള്ളതാണ് കാര്യം. പക്ഷേ എല്ലാ അമ്പലങ്ങളിലും അതാണ് അവസ്ഥ. നല്ല ശാന്തം കേട്ടോ. നമ്മൾ രാവിലെയുള്ള സമയം ഏതാണ്ട് 10:30 എന്നിട്ടും ഇവിടെ ഒരു നല്ലൊരു ഏകാഗ്രതയുണ്ട്, നല്ലൊരു ശാന്തിയുള്ള ഒരു സ്ഥലം. എന്തായാലും വലിയ വിശാലമായ സ്ഥലമാണ് കേട്ടോ. നല്ല വലുപ്പമുള്ള ഒരു ഏരിയ. ഒരുപാട് എത്ര ജനങ്ങൾ വന്നാലും നിൽക്കാൻ പറ്റുന്ന സ്ഥലം. ഇതാണ് എൻട്രൻസ്. നമ്മള് ഗൂഗിൾ ബാഗിൽ നടന്നു വരുന്ന ഒരു വഴിയുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കൂടി നമ്മൾ വന്ന്. അതേപോലെ നമുക്ക് മമ്മി വിട്ടിട്ട് വന്നാലേ. ഓക്കെ. ഈ അമ്പലപ്പറമ്പിലെത്തിയാലേ ശ്രുതിക്ക് എപ്പോഴുള്ളൊരു സുഖടാന്ന്. കുറച്ച് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഫോട്ടോ. പിന്നെ ഈ അമ്പലത്തിന് ചുറ്റുമേ പൂഴിയാന്നുള്ള നിലത്ത്. അപ്പോൾ മക്കൾക്ക് കാല് നല്ല പൊള്ളുന്നുണ്ടേ. ഇവിടുന്ന് കളിക്കണം എന്നുള്ളുണ്ട്. ഇതാ ചൂട് കൊണ്ട് ലാസ്റ്റ് ഓടി രക്ഷപ്പെടുവന്നേ. ഇതാ മമ്മിയും ഓട്ടാന്ന് പോയി ചെരുപ്പെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളവിടുന്ന് തിരിച്ച് ഇതാ മക്കളെ ഇവിടെ ക്ലാസ്സിലാക്കിയേട്ടാ. നമ്മളിപ്പോൾ മക്കളെ അവിടെ കോഴ്സിനാക്കി ഇറങ്ങി വരുമ്പോൾ അവിടെ നല്ല ക്രിക്കറ്റ് കളിയുണ്ട്. അപ്പോൾ അതുകൂടി കണ്ട് അടിച്ചു പൊളിയല്ലേ ക്രിക്കറ്റ്. അടി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര അടിയാണ്. അപ്പൊ ഏതായാലും നമ്മള് തലശ്ശേരി ഒന്ന് വട്ടം കറങ്ങട്ടല്ലേ അച്ചു? എവിടെ അച്ചു പോണ്ട തലശ്ശേരി? കുറച്ച് ദിവസമായിട്ട് ഞാനാ കൊണ്ടാക്കല. അപ്പൊ മക്കൾ രണ്ടാളെ അയക്കഴിഞ്ഞാൽ ഞാനും അച്ഛൻ ഉണ്ടാവുക. പപ്പയും മോളും കൂടി ഇങ്ങനെ കറങ്ങും. പിന്നെ റീൽസ് ഉണ്ടാക്കല പപ്പേന്റെ മോളെ സ്ഥിരം പരിപാടി അല്ലേ അച്ഛൻ? അപ്പൊ ഇന്ന് ഏതായാലും മമ്മി മോളും പപ്പയും കൂടി ഇന്ന് റീൽസ് ആക്കലോ മമ്മി. അപ്പൊ അങ്ങനെ പോകേണ്ട പരിപാടിയായിരുന്നു. അതിന് മുമ്പ് എനിക്ക് ഈ ഡ്രസ്സൊന്ന് മാറ്റണം. കാരണം എനിക്ക് ഈ ലുങ്കി ഇട്ടൊന്നും അധികം സമയം നിൽക്കാൻ കഴിയില്ല, ഒരു ഏല് കിട്ടൂല. അതുകൊണ്ട് ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് സെറ്റ് ആവാനുണ്ട്. അപ്പൊ ഇതാ മക്കളെ ക്ലാസ് കഴിഞ്ഞാ ഞാനെന്താ ക്ലാസ് അടിപൊളിയാ? അടിപൊളി സംഗതി സംഭവം കേട്ടാ. നമ്മൾ വിചാരിക്കുമ്പോഴത്തെ പരിപാടി ഒന്നല്ല. പിന്നെ എനിക്കിതിൽ വലിയ അത്ഭുതമില്ല. അത്ഭുതമല്ല, അത്ഭുതം തന്നെ. എന്നാലും കണ്ടപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടെക്നിക്ക് മനസ്സിലായി. സാധാരണ സ്കൂളിലൊക്കെ കുട്ടികളെ മെമ്മറി കൂട്ടാൻ വേണ്ടിയുള്ള ക്ലാസ് കൊടുക്കുമ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ തോന്നൽ, അതായത് പെട്ടെന്നുള്ള തോന്നലുണ്ടല്ല, അതായത് എന്താ പറയുക, അകക്കണ്ണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മൈൻഡ് റീഡ് ചെയ്യുക, ഇങ്ങനെയെല്ലാം പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സംഗതി കേട്ടാ. സംഗതി അത്ഭുതമാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇവരെ കണ്ണ് കെട്ടിയിട്ട് ഇവരെ കൊണ്ട് ചിത്രം വരപ്പിക്കും. അതാണ് സംഗതി. അതായത് ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടാവൂരാ, ഞാൻ വണ്ടിയിലെത്തിട്ട് പറഞ്ഞതാ. ഇത് കണ്ട, ഇത് ഈ ചിത്രം ദയവിട്ട് നോക്കൂ. എന്നിട്ട് കണ്ണ് കൂട്ടിയിട്ട് പെയിന്റ് അടിച്ചതാണ് ഈ സംഗതി. ഇത് ദേവൂട്ടൻ ചെയ്തതാണ്. അപ്പോ ഇതാണ് അവരെ അകക്കണ്ണ് എന്ന് പറയുന്ന സംഗതി ഓപ്പൺ ആക്കുക എന്നുള്ളതാണ്. ഇതിവിടെ കുറെ ഉണ്ടല്ലോ, കുറെ യോഗ, പിന്നെ കുറച്ച് അങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്യും. കുറച്ച് ഗെയിമെല്ലാം ഞാനും അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ മനസ്സ് നല്ല ശാന്തമാക്കും. ഇപ്പൊ നമ്മൾ പറയുന്നില്ലേ, നല്ല ശാന്തമായ നന്മയുള്ള മനസ്സിൽ നല്ല നല്ല ഐഡിയ ഉണ്ടാവും, നല്ല നല്ല ചിന്ത ഉണ്ടാവും എന്നുള്ള പറയുന്നില്ലേ, അതുപോലത്തെ സംഗതി ഡെവലപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഇത്. അപ്പോൾ എനിക്കിത് പറയുമ്പോൾ തന്നെ ഏതാണ്ട് ഇതിനെപ്പറ്റി ഐഡിയ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവം ഉണ്ടായി. ഞാൻ പണ്ടത്തെ വീഡിയോയിലും പറയുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് ഒരു തോന്നും, നല്ല കാര്യം നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പൊ കേട്ടോ വേറൊരു സംഗതി അയച്ചാ, ഇത് നമ്മളൊരു കടലാസിൽ എന്തെങ്കിലും ഒരു പേര് എഴുതുക. ഇവരത് കണ്ണ് പൂട്ടിയിട്ട് അത് എഴുതും. നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു കുട്ടിയാണ്, ഒരു ചിത്രം കുട്ടീനെ കാണിക്കൂലേ, കണ്ണ് നല്ല കെട്ടിയിട്ടുണ്ടാവുക. ആ ചിത്രം എടുത്തിട്ട് കുട്ടീൻ്റെ തലേൻ്റെ ബാക്കിൽ വെക്കും. ആ ചിത്രത്തിൻ്റെ മുകളിൽ 22 എന്ന് എഴുതിയിട്ടില്ല. കുട്ടി ബാക്കിൽ വെച്ച് അതുപോലെ കുട്ടികാർക്ക് തൊട്ട് നോക്കണം. തൊട്ട് നോക്കിയാണ് കുട്ടി പറഞ്ഞ് 22 അല്ലേ. കുട്ടീൻ്റെ അച്ഛനും ഞെട്ടി, ഞാനും ഞെട്ടി. ഞാനെന്നിട്ട് ഇത് കാണുന്നുണ്ട് നോക്കുമ്പോൾ ആ സാധനം ഇട്ട് നോക്കി നോക്കുമ്പോൾ ഫുൾ ബ്ലാക്ക് വെച്ചാൽ ഷേപ്പിൽ ഇങ്ങനെ പറ്റിയിട്ടുള്ള ഒരു കെട്ടാണ്, ഒരു സാധനമാണ്, റെഡിമെയ്ഡ് ഒരു സാധനം. അപ്പോൾ ബ്ലൈൻഡ് ഫോൾഡ് അല്ലേ മോളെ. അപ്പോൾ ഒന്നും കാണൂല. അപ്പോൾ
സംഗതി അത്ഭുതമാണ്, ഭയങ്കര അത്ഭുതമാണ്. കാരണം കുട്ടികളെ വേറെ ലെവലിലെത്തിക്കാനുള്ള കോഴ്സ് എന്നുള്ളത് തന്നെയാണ് ഇതെനിക്ക് പറയാനുള്ളത്. ശരിക്കും സ്കൂൾ തലത്തിലും ചെയ്യേണ്ട സംഭവമാണ്, പക്ഷേ ഇത് ഈ രീതിയിലാണ് ചെയ്യുന്ന ഒരു കോഴ്സായിട്ട് നല്ലൊരു പൈസ ഉണ്ടായിരുന്നു. എന്തായാലും ഇതൊരു ടോപ്പ് സംഭവമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് എല്ലാ മതക്കാർക്കും എല്ലാ ജാതിക്കാർക്കും എല്ലാവർക്കും പോട്ടെ, ഇതിന് അങ്ങനെ ഒരു വിശ്വാസ കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് കൂടി പറയാനുണ്ട്. എന്തായാലും നമ്മളെല്ലാം ശരിക്കും ഒന്ന് ഞെട്ടിയല്ലോ ശ്രുതി ശരിക്കും ഞെട്ടി അല്ലേ? അതാണ് കംപ്ലീറ്റ്. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തില് ദേവൂട്ടൻ ഞാനൊരു നമ്മളെ സ്പീഡ് കൊടുക്കണം, നിങ്ങൾ എന്തെങ്കിലും ഒരു ചിത്രം വരക്കണം. അത് സിമ്പിൾ സാധനം വരക്കാം, കാരണം കുട്ടികൾ കണ്ണ് കൂട്ടിയിട്ട് വരക്കണ്ടാവും. അപ്പൊ സിമ്പിൾ സാധനം വരക്കണം. ഞാൻ എന്ത് ചെയ്ത് പിന്നെ ആദ്യം ഒരു ഇമോജി വരച്ച് ഓൻ അതുപോലെ തന്നെ ചെയ്തേ. ഞാൻ വെച്ചത് കാണുന്നുണ്ടാവും. രണ്ടാമത് ഞാൻ എന്ത് ചെയ്ത് സിമ്പിൾ സാധനം വരക്കണില്ല, ഞാനൊരു സൂര്യനെ വെച്ച് ഓനത് സ്പോട്ടില് അവിടെ വെച്ച് ഓൻ കണ്ടുചിമ്മിട്ട് സൂര്യൻ വരക്കൊന്നുമില്ല, റൗണ്ട് വരച്ചിട്ട് ഇതാക്കില്ലേ, അത് സ്പോട്ടിലങ്ങ് വരക്കും ചെയ്ത് ഇവിടെ വന്നാ. അതുപോലെ തന്നെ ജാനു അല്ലേ സുധി? എന്താ ശ്രുതി എഴുതിയത് അതേപോലെ തന്നെ ജാനു എഴുതി. എന്തായാലും സംഗതി കുട്ടികളെ ഹൈബ്രിഡ് ആക്കുന്ന ഒരു കോഴ്സാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലത്തെ ഒരുപാട് കോഴ്സ് ഉണ്ട്, ഇതൊന്നും അല്ല. ഇതിപ്പോ ശ്രീശ്രീ ഉണ്ട്, അതുപോലെ വേറെ ഏതെല്ലോ സംഗതി ഇതുപോലത്തെ കോഴ്സുകൾ നടക്കുന്നുണ്ട്. ഒരുപാട് കേസുകൾ പോയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ പലതിനും ഞാൻ പോക്കുണ്ട്. ഒന്നും വെറുതെ അല്ല, നമ്മള് മെന്റലി കുറച്ച് വീക്കാണ്. അങ്ങനെ ഭയങ്കര ശക്തിയുള്ള മനസ്സൊന്നുമല്ല, ദുർബലനാണ്, ലോലനാണ്. പെട്ടെന്ന് സങ്കടവും പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരു ക്യാരക്ടറാണ്, മൈൻഡ് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ എല്ലാ കോഴ്സിനും പോകുന്നുണ്ട്. എവിടെ എന്താ വ്യവസ്ഥ വെച്ചാൽ അതിലെല്ലാം കയറി വീഴലുണ്ട്. പക്ഷെ എന്തായാലും ഞാൻ പറയില്ല, അതിനുള്ള ഗുണങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് എനിക്കൊന്ന് ഇപ്പോഴേ ഒന്ന് ഏതെങ്കിലും ഒന്ന് ഇപ്പോഴേ ഇതുപോലത്തെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പഠിപ്പിൽ നല്ലതാണല്ലോ പറഞ്ഞേ, പഠിപ്പിൽ ഹൈ ടോപ്പ് ആകാത്ത തന്നെ. പിന്നെ ഇവർ പറഞ്ഞ വേറൊരു സംഗതി എന്ന് പറയാം സുധി, നീ ശ്രദ്ധിച്ചില്ല? അതായത് നമ്മളൊരു സാധനം ഒളിപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ കുട്ടികളത് കണ്ടെത്തുന്നുള്ളത്. അത് സത്യം പറഞ്ഞാൽ അത് സാധിക്കും. കാരണം നമ്മളെന്നെ ഇപ്പൊ ഒരു സാധനം എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി നോക്കാതെ തോന്നിക്കുന്ന ഒരു തോന്നലുണ്ടല്ല. നമ്മൾ നല്ല റിലാക്സ്മെന്റ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തോന്നിക്കും. എന്നുവെച്ചാൽ നമ്മളെ ടെൻഷനിലാണെങ്കിൽ നമുക്ക് തോന്നിക്കൂല, നമ്മൾ പരതി നാട് മുഴുവൻ പരതും കിട്ടൂല. എന്നുവെച്ചാൽ നമ്മൾ റിലാക്സ് ചെയ്ത് പരതില്ല, നമ്മൾ അവിടെ തന്നെ എത്തിപ്പെടും. അപ്പോൾ ഈ കോഴ്സ് ചെയ്ത കുട്ടികൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടോ? എവിടെ ഒളിപ്പിച്ച് വെച്ചാൽ അത് ഇവിടെയാന്ന് അവർക്ക് തോന്നി, അത് കണ്ടെത്തലോ വെച്ചാൽ അവർക്ക് തോന്നും, പെട്ടെന്ന് തോന്നുന്ന സാധനം അവർ പറയുക. അങ്ങനെ എല്ലാവർക്കും തോന്നിക്കുക, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കൂല എന്നുള്ള മൈൻഡോട്ട് കാര്യം ശ്രദ്ധിക്കൂല. കുട്ടികളിപ്പോ ഈ യോഗയിലൊക്കെ കഴിഞ്ഞാൽ നല്ല ഫ്രീ മൈൻഡ് ആയതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തോന്നുന്ന പറയുന്നത്. അവർ വേറെ ഒരു കേസ് പറഞ്ഞില്ല, ഇങ്ങനെ ഏതോ ഒരു വീട്ടിൽ നിന്ന് ഇതുപോലെ ഒരു സാധനം മിസ്സായിട്ട് നിങ്ങളത് ആ കുഞ്ഞിന് ഇവരെ ടീച്ചർ വിളിച്ച് ചോദിച്ച് നിങ്ങൾ ഏതെങ്കിലും ക്ലോസ് പഠിച്ച കുട്ടികളോടൊന്ന് ചോദിക്കുക അത് എവിടെയാ വെച്ചതെന്ന്. എൻ്റെ മിസ് വിളിച്ച് ചോദിച്ചു, മോനെ ഇങ്ങനെ ഒരു സാധനം മിസ്സിന് എവിടെയാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ കുട്ടി പറഞ്ഞത് ഇന്ന സ്ഥലത്താണ്. എന്നിട്ട് ടീച്ചർ ഫോൺ വിളിച്ചു പറഞ്ഞു ഇന്ന സ്ഥലത്ത് പരതി നോക്ക്, ഇങ്ങനെ ഒരു കുട്ടി പറഞ്ഞ് ഒന്ന് പരതി നോക്കുമ്പോൾ സാധനം കറക്റ്റ് ആയിട്ടില്ലേ. അപ്പോൾ മാൻ മിസ്സിങ്, സാധനം മിസ്സിങ് ഇങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെയുള്ള കുട്ടികൾ പറയലുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും വലിയ അത്ഭുതമാണ് എനിക്ക് തോന്നുന്നു. നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലത്തെ കോഴ്സ് ഒന്ന് പോയി നോക്കുക. നമ്മൾ ആരെങ്കിലും പറയുന്നതായിട്ട് വിശ്വസിക്കില്ല, നേരെ പോയി നോക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. എല്ലാ കുട്ടികളിലും വലിയ വൺ റിസൾട്ട് ഉണ്ടാവണമെന്നൊന്നുമില്ല, ചില കുട്ടികളിൽ വൺ റിസൾട്ട് തന്നെ ഉണ്ട്. കാരണം നമ്മളെ മൈൻഡ് നല്ല പ്യൂറാവുന്ന നല്ല തെളിമ വരുമ്പോൾ നമ്മളിൽ നല്ല ചിന്തകൾ വരും, നല്ല തോന്നൽ വരും. ഇതുപോലുള്ള എന്തെങ്കിലും ഒന്ന് മിസ്സായാൽ അത് ഇവിടെ ഉണ്ടെന്ന് നമ്മളെ തോന്നിപ്പിക്കും മൈൻഡിനാ. ഇതാണ് ഇതിന്റെ ശരിയായ സീക്രട്ട് മെത്തേഡ്, ഇതാണ് സംഗതി. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. എല്ലാ കുട്ടികൾക്കും ഇത് നല്ലതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ പരിപാടി കഴിഞ്ഞ് ഇനി ഇറങ്ങി, ഇനി മമ്മി അടുത്തൊക്കെ പോണ്ടേ? ഇനി മക്കളെയും കൂട്ടിയിട്ട് ഒന്ന് കറങ്ങണം. വൈകുന്നേരം ബീച്ചിൽ പോകുന്നല്ലേ മമ്മി? നമ്മളേതായാലും ഇവിടെ ഏതെങ്കിലും ചെറിയൊരു ബീച്ചിൽ പോകുന്നിരിക്കുന്നത് വൈകുന്നേരം ടൈമിൽ. എന്നാ പറ്റാ നേരെ വിടല്ലോ മമ്മി? ഓക്കെ അല്ലേ? തലശ്ശേരി സീ വ്യൂ പാർക്ക് കേട്ടാ, നല്ല സെറ്റപ്പാ. ബീച്ചിന് കുറച്ച് മുകളിലായിട്ട് നല്ല കടൽ ഹൈറ്റ് കാണാം, നല്ല കാറ്റും കൊണ്ടിരിക്കുക. നമ്മളീ പാർക്കിൽ ഒരുപാട് പ്രാവശ്യം വന്നിനെ. കാരണം ഇതുവഴി വണ്ടി പോകുമ്പോഴല്ലോ വൈകുന്നേരം സമയമെങ്കിൽ ഇവിടെ ഒന്ന് കയറും. കാരണം വെച്ചാൽ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. അതുപോലെ കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക. പിന്നെ കുട്ടികൾ കളിക്കേണ്ട ഒരുപാട് സംഗതികൾ ഇവിടെയുണ്ട്. പിന്നെ അവിടെ നല്ലൊരു റെസ്റ്റോറൻറ്റ്, അവിടെ നല്ല ഐസ്ക്രീം ഐറ്റംസ് എല്ലാം കിട്ടാനുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കൊരു വിശ്രമം കിട്ടുന്ന ഒരു പാർക്കാണിത്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ നാട്ടിലും എല്ലാ ഗ്രാമത്തിലും ഉണ്ടല്ലോ ചെറിയൊരു പാർക്ക് എന്തായാലും വേണം. കാരണം ആ നാട്ടിലുള്ളവർക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ്. നമ്മളപ്പോൾ പാർക്കിൽ നിന്ന് വിട്ടു കേട്ടാ, ഇപ്പം ഹൈവേയിലാണ് ഉള്ളത്. ഹൈവേയിൽ ഇതാ പാലത്തിൻ്റെ സൈഡിൽ നടക്കാൻ വേണ്ടി ഇങ്ങനെ വിശാലമായ സൗകര്യം ഉണ്ട്. അപ്പുറത്ത് നല്ല പുഴ, കണ്ടൽ കാടെല്ലാം കണ്ട അങ്ങനെ നടക്കാട്ട്. ഇവിടെ
വൈകുന്നേരം വന്നാൽ നടക്കാനും ഓടാനും ഏറ്റവും പറ്റിയ സ്ഥലം. സത്യം പറഞ്ഞാൽ നമ്മളെ നാടിൻ്റെ അടുത്താണെങ്കിൽ രാവിലെ ഞാൻ തന്നെ ഓടാൻ വരുന്നു ഇങ്ങോട്ടേക്ക്. മക്കളിട വന്നിട്ടല്ല സ്ഥിരം ഓട്ടാ. നമ്മളെ ഹൈവേയിലെ കൂടെ എപ്പോൾ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് അടുപ്പിക്കുക, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും. ഉച്ച സമയത്ത് ചൂടൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ, നല്ല കാറ്റായിരിക്കും. ഇതാ മക്കളെല്ലാം ഓടിയേ. നമ്മൾ ശരിക്കും കുറേ സമയം എടുത്തിട്ട് നിന്നേ നോക്കിയട്ടെ, ഇരുടായി. ഇതുപോലെ ഹൈവേയിലേക്കൂടെ പോകുമ്പോൾ ഇങ്ങനെ സൈഡ് അടുപ്പിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളെപ്പോൾ ഹൈവേയിലേക്കൂടെ പോകുന്നുണ്ടെങ്കിലും ഇതുപോലെ സൈഡിൽ നിർത്തലുണ്ട്, ഒരുപാട് നടക്കലുണ്ട്. എന്താണെന്നറിയില്ല, ഒരുപാട് നടന്നുകൊണ്ട് നല്ല വിശപ്പുണ്ട്. ഇതാ അതുകൊണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തിയിട്ടുണ്ട്. ഇന്ന് ജാനുവിന് ഇഷ്ടപ്പെട്ട ഫുഡാണ് നമ്മൾ കഴിക്കുന്ന പിസ്സ. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റ് വയറ് നിറയെ ഭക്ഷണം കഴിച്ച് നല്ല ക്ഷീണം, ഇനി വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. എന്നാൽ പിന്നെ ശരി, എല്ലാവർക്കും ഓക്കെ, ബൈ.